ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി 3 ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ പല്ലി, പാറ്റ, കൊതുക് ഇതിനെയൊക്കെ നമുക്ക് ഒന്നിച്ച് തുരത്താനുള്ള നല്ല കിടിലെ 3 ടിപ്പുകളാണ് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബൗളെടുത്ത് കൊടുക്കാം. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ടൈഗർ ബാമാണ്. ഫസ്റ്റ് ടിപ്പിൽ ആദ്യം വേണ്ടത് ടൈഗർ ബാമാണ്. ഇപ്പോൾ അത് സ്വല്പം മാത്രം മതി കേട്ടോ. അപ്പോൾ ടൈഗർ ബാം മിക്ക വീടുകളിലും കാണും. അതില്ലായെങ്കിൽ വിക്സ് എടുത്താലും മതി, വിക്സ്. അപ്പോൾ നമുക്കത് കുറച്ച് ഒരു 1/2 സ്പൂൺ അളവിൽ നമുക്കൊന്ന് തോണ്ടിയെടുക്കാം. അപ്പോൾ ടൈഗർ ബാം അറിയാലോ, നല്ലൊരു മണമാണ്. ടൈഗർ ബാം നമുക്ക് ചൂടുവെള്ളമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ടൈഗർ ബാം നല്ലോണം ഒന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ കണ്ടോ, ഇത്ര മാത്രം മതി. നല്ലൊരു മണമാണ്. നമ്മൾ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ആണെങ്കിൽ അത് ടൈഗർ ബാം അലിഞ്ഞു വരാൻ പാടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ചെറിയ ചൂടുവെള്ളം എടുക്കുക. അതിനകത്തോട്ട് ഇതേപോലെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അലിഞ്ഞു വരും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട സാധനങ്ങളുണ്ട്. അപ്പോൾ വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലെ കൊതുകിനെയും പല്ലിയും പാറ്റയും നിസ്സാരമായിട്ട് നമുക്ക് കളയാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വേണ്ടത് ഹാൻഡ് വാഷാണ്. അപ്പോൾ ഹാൻഡ് വാഷ് ഇല്ലായെങ്കിൽ ഷാമ്പു ആണെങ്കിലും മതി കേട്ടോ. ഹാൻഡ് വാഷ് ആകുമ്പോൾ നല്ലൊരു പതയും കൂടെ കിട്ടും ഇതിൻ്റെ കൂടെ ചേരുമ്പം ഉണ്ടോ. അപ്പോൾ കുറച്ച് മാത്രം മതി, സ്വല്പം മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 2 സൊല്യൂഷനാണ് നമ്മൾ റെഡിയാക്കുന്നത് ആദ്യം. അപ്പോൾ ഇത് വെച്ചിട്ട് സ്പ്രേ ചെയ്യുമ്പം തന്നെ കൊതുകും പാറ്റയും പല്ലി ഇരിക്കുന്ന സ്ഥലമെല്ലാം അത് ചത്തുപോയിക്കോളും. അത് മാത്രമല്ല, പിന്നെ അത് ആ പാകത്തോട്ട് വരത്തില്ല. ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് കിച്ചണിലൊന്നും ഈ ഒരു ശല്യം ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരമാണ്. അപ്പോൾ കർപ്പൂരത്തിൽ നിന്ന് ഒരെണ്ണം മാത്രം മതി കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ അത് പൊടിച്ചിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ കർപ്പൂരവും ടൈഗർ ബാമുമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വല്പം ഹാൻഡ് വാഷും. അപ്പോൾ ഇത് 3 മാത്രം മതി. നമുക്കൊരു സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അതുകൊണ്ട് ടൈഗർ ബാമൊക്കെ നല്ല രീതിയിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ബൗൾ വേണം എടുക്കാൻ. കാരണം ഈ ബാമിൻ്റെ സ്മെല്ല് അതിനകത്ത് നിൽക്കും. നല്ലോണം കഴുകിയാലേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക. അപ്പോൾ അത് 3 നല്ലോണം കണ്ടോ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടുവെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നുണ്ട് ബാക്കിയുള്ളതെല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ സ്പ്രേ ബോട്ടിലിനകത്താക്കിയോ സാധാ കുപ്പിയിലാക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഉറുമ്പ് കൂട്ടുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പൊക്കെ ചത്തുപോകും കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ ഇതേപോലെ സന്ധ്യാസമയത്തൊക്കെ നമ്മൾ കൊതുക് വരുന്ന സ്ഥലത്തൊക്കെ റൂമിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. തുണികളൊക്കെ ഒന്ന് തട്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ മഴ സമയത്തുണ്ടാകുന്ന കൊതുക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളുണ്ടെങ്കിലും ധൈര്യമായിട്ട് തന്നെ നമുക്കിതൊക്കെ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും. ഇപ്പോൾ വെറുതെ പുറത്തുനിന്ന് മേടിച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ചെയ്യുമ്പം തന്നെ ശ്വാസം മുട്ടുള്ളവർക്കും അലർജി ഉള്ളവർക്കൊക്കെ അത് പ്രശ്നമാകും. ഇനി നമുക്ക് 2ാമത്തെ ടിപ്പിലോട്ട് കിടക്കാം. നമുക്ക് 2ാമത്തെ സൊല്യൂഷന് വേണ്ടിയിട്ട് വേണ്ടത് കോൾഗേറ്റും അതേപോലെ തന്നെ എന്താണ് ലോഷനാണ്. അപ്പോൾ ലോഷനും കോൾഗേറ്റുമാണ് വേണ്ടത്. അപ്പോൾ ലോഷൻ കുറച്ച് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ലോഷൻ അറിയാലോ, നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് അണുക്കളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ബാത്റൂമിൽ സീവിനകത്തും അതേപോലെ നമ്മൾ പഴുതാരയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പഴുതാരയൊക്കെ ചത്തുപോകുന്ന ലൈവായിട്ട് തന്നെ കാണാം കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി നമ്മൾ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വെറും ലോഷൻ മാത്രമാണ്. അത് ഏത് ലോഷനാണെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമുക്കതിനകത്തോട്ട് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം പേസ്റ്റ് നല്ല രീതിയിലൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം തോനെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മളെ വീട്ടിൽ എത്രമാത്രം ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ സ്വല്പം ഡിഷ് വാഷും കൂടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്മെല്ല് ഇതുങ്ങൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഡിഷ് വാഷിൻ്റെ സ്മെല്ല്. പിന്നെ ലോഷൻ, അതേപോലെ പേസ്റ്റ്, ഇത് 3 മതി. ഒരു സ്വല്പം മാത്രം ഇതേപോലെ 3 ഒരു സ്വല്പം എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കി ഒരു സൊല്യൂഷൻ റെഡിയാക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതേപോലെ ചന്ദനത്തിരി നമ്മൾ സന്ധ്യയ്ക്ക് കത്തിച്ച് വെക്കുമല്ലോ, ആ ചന്ദനത്തിരി ഇതേപോലെ ബാമോ അതല്ല എങ്കിൽ വിക്സോ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് പുരട്ടിയിട്ട് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ല് കൊണ്ടിട്ട് കൊതുകിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കിടക്കുന്ന റൂമിലൊക്കെ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതൊന്ന് കത്തിച്ച് വെച്ചിട്ട് മുറി ഒന്ന് അടച്ചിടുക. അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് കൊതുക് ശല്യം ഒഴിവാക്കിയിട്ട്, അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പുകൾ 3 ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ചെയ്തെടുക്കുക. നല്ലൊരു പുകയാണ് ഇതിന് കണ്ടോ. നമ്മൾ പ്രത്യേകിച്ച് ആ ബാം ചേർത്ത് തേച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ടോ പെട്ടെന്ന് അങ്ങ് പുകഞ്ഞ് കിട്ടും. നമുക്ക് പെട്ടെന്ന് ചന്ദനത്തിരി അങ്ങ് പുകഞ്ഞ് നല്ലൊരു പുക ആ റൂമിനകത്തൊക്കെ നമുക്ക് കിട്ടും. കൊതുക് ശല്യം ഒഴിവായി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റും. അപ്പം ഇന്നത്തെ എൻ്റെ ഈ 3 കൊച്ചു ടിപ്സുകളാണ് കാണിച്ചത്. അതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.